ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ടർക്കിഷ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോ ഉള്ള പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നുള്ളൂ, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്, ഒറിഗാനോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് 30 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യുക. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കത് പുറത്തേക്ക് എടുക്കാം. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കനെല്ലാം ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കുറച്ച് മൈദാപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുന്ന ടൈമിൽ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വന്ന വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. സോസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ടർക്കിഷ് ചിക്കൻ റെഡിയാക്കുന്നത്. ആ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാനിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വൈറ്റ് സോസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസിന് ഞാൻ കുറച്ച് അധികം ആഡ് ചെയ്യുന്നുണ്ട്, കാരണം വെച്ചാൽ എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചീസ് അതിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചീസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലിഡ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ്സ് അത് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ ലിഡ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ചീസെല്ലാം ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ടർക്കിഷ് ചിക്കൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.